ആരാ ഇവരൊക്കെ? ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു പാർട്ടി വരുമെന്ന്. അവരാ. ആ, ഇവർ 3 പേരുണ്ടോ? ആ ബാ അകത്തേക്ക് കയറ്. പിന്നെ ഞാൻ ആ ബാർബർ ഷോപ്പിൽ കാണാം. എൻ്റെ കാശ് അവിടെ എത്തിച്ചേക്കണം. ഓ കയറ് കയറ്. ചേട്ടാ, ആ ആരാ അത്? അതോ, നിങ്ങളകത്ത് കാണാൻ പോകുന്ന പെണ്ണിന്റെ ഭർത്താവാണ് ആ പോയത്. ഭർത്താവാ? കാശിന്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാ. വാ വാ, അകത്തേക്ക് വാ, ഇപ്പൊ തന്നെ സമയം വൈകി. വാ. Please come. ഇരിക്കൂ. എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഞാൻ റിയാസ്. എൻ്റെ പേര് കൃഷ്ണകുമാർ. ഐ എം വിവേക്. ഫസ്റ്റ് ടൈമാണ്. ഹലോ. എനിക്ക് ഇടയിൽ കയറി ഡിസ്റ്റർബ് ചെയ്യാൻ സ്വഭാവം പണ്ടേ ഇല്ല. എന്നാലും പറയാ, കാര്യങ്ങൾ നമുക്കൊന്ന് വേഗത്തിലാക്കട്ടെ. ശുഭസ്യ ശീക്രം എന്നാണല്ലോ. പിന്നെന്താ, ഇനിയിപ്പോ വെച്ച് താമസിപ്പിക്കണ്ട. നിങ്ങൾ ആ പേയ്മെന്റ് തന്നായിരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോയിരുന്നു. ആ. വേറെ അറേഞ്ച്മെന്റ്സ് ഉണ്ടേ, അതുകൊണ്ടാ. ദാ. ആ. അല്ല, ഇതിനകത്ത് ആരാ ആവശ്യക്കാരൻ? 10,000 രൂപയ്ക്ക് ഒരാളുടെ ആവശ്യമേ നടക്കും. ആ അയ്യോ ചേട്ടാ, അങ്ങനെ പറയരുത്. ഞങ്ങൾ 3 പേരും അത്യാവശ്യക്കാരാണ്. അതെങ്ങനെ ശരിയാവുന്നേ? 3 പേർക്ക് 30,000 രൂപ വേണം. 30,000 രൂപ? ആ വിവേക്, ഇയാൾ എന്തൊക്കെയാടാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. ചേട്ടാ, ഞങ്ങളുടെ 10,000 രൂപ ഉള്ളൂ. അങ്ങനെയല്ലേ ചേട്ടാ പറഞ്ഞത്? ഞാൻ ആ. ഒരാൾക്ക് 10,000 രൂപ ഞാൻ പറഞ്ഞേ. ഞങ്ങൾ കരുതി 3 പേർക്കാണെന്ന്. എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? ഒന്ന് പോളും, ഒന്ന് പറയട്ടെ, കാല് പിടിക്കാം. മാർക്കറ്റ് ഇടിയാൻ ഞങ്ങൾ അനുവദിക്കില്ല. എടോ ക്രിസ്റ്റി, താൻ കാരണം എന്റെ സമയം പോയത്. എവിടുന്ന് കിട്ടിയടോ ഈ ദരിദ്രവാസികളെ? അങ്ങനെ പറയരുത് ചേച്ചി. ഈ 10,000 തന്നെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞങ്ങൾക്കേ അറിയുള്ളൂ. ഒന്ന് സഹരിച്ചൂടെ പ്ലീസ്? പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പ്ലീസ് പെങ്ങളെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. അയ്യേ, ഇറക്കി വിടും ഇവന്മാരെ. അയ്യോ പോലെ പ്ലീസ്. ദേ, എന്റെ ദേഹത്തോട്ട പീഡനത്തിന് കേസ് കൊടുക്കും. താത്തി വെച്ചോ.